ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു മിസ്റ്ററി വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മെർലിൻ ഷെപ്പേർഡ് എന്ന സ്ത്രീയുടെ അതിദാരുണമായ കൊലപാതകവും തുടർന്നുള്ള ദുരൂഹതകളെക്കുറിച്ചുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. 1945 ഫെബ്രുവരി 21 ഡോക്ടർ സാമുവൽ ഷെപ്പേർഡും മെർലിൻ റീസും വിവാഹിതരായി. ഓഹോയോയിലെ എറി തടാകത്തിന് സമീപമുള്ള ഒരു സ്ഥലത്ത് വളരെ അടുപ്പമുള്ള കൂട്ടുകാരുടെ ഒപ്പം അവർ താമസമാക്കി. 2 വർഷത്തിന് ശേഷം അവർക്ക് അവരുടെ ഒരേ ഒരു മകൻ ജനിച്ചു. അവർ സ്നേഹപൂർവ്വം ചിപ്പ് എന്ന് പേരിട്ട് വിളിച്ചു. സാമുവൽ വളരെ അറിയപ്പെടുന്ന, എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ഒരു ന്യൂറോ സർജനായിരുന്നു. അങ്ങനെ അവർ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ചു വരുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായ ആ സംഭവങ്ങൾ ഉണ്ടായത്. 1954 ജൂലൈ 3 ഷെപ്പേർഡ് അവരുടെ എല്ലാ അയൽവാസികൾക്കും വേണ്ടി ഒരു പാർട്ടി സംഘടിപ്പിച്ചു. മദ്യവും ആഹാരവും സിനിമ പ്രദർശനവും ഒക്കെ ചേർന്ന നല്ലൊരു വിരുന്നായിരുന്നു അത്. അർദ്ധരാത്രിക്ക് ശേഷം സാമുവൽ തൻ്റെ സോഫയിൽ പോയിരുന്നു ഉറങ്ങി. അപ്പോഴേക്കും മെർലിൻ വന്ന അതിഥികളോട് വിട പറഞ്ഞ് അവരെ യാത്ര അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ പിറ്റേന്ന് രാവിലെ, അതായത് ജൂലൈ 4 പുലർച്ചെ 5:30 ആയപ്പോഴേക്കും ഷെപ്പേർഡിൻ്റെ അടുത്ത സുഹൃത്തായിരുന്ന മേയർ സ്പെൻസർ ഹൂക്കിനെ പരിഭ്രാന്തതയോടുകൂടി സാമുവൽ വിളിക്കുകയുണ്ടായി. സാമുവൽ പറഞ്ഞു, "എൻ്റെ ദൈവമേ, സ്പെൻസ്, വേഗം ഇങ്ങോട്ട് വരൂ. അവർ മെർലിനെ കൊന്നുവെന്ന് തോന്നുന്നു." ശേഷം ഹൂക്കും ഭാര്യ എസ്തറും അവരുടെ വീട്ടിൽ വന്ന് ചുറ്റാകെ നിരീക്ഷിക്കുകയുണ്ടായി. കൂടാതെ സാമുവലിന് ഷർട്ടില്ലാതെ കഴുത്ത് പിടിച്ച് ഞെരിച്ച നിലയെ കാണുകയും ചെയ്തു. ഉടനെ തന്നെ അവർ പോലീസിനെ വിളിക്കുകയും അധികാരികൾ രാവിലെ 6 മണിയോടെ എത്തുകയും ചെയ്തു. പോലീസ് റിപ്പോർട്ട് അനുസരിച്ച് മെർലിൻ്റെ മൃതദേഹം വാതിലിലേക്ക് മുഖം തിരിച്ചിരിക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത്. തിരിച്ചറിയാനാവാത്ത വിധം മർദ്ദിക്കപ്പെട്ടിരുന്നു. അവളുടെ മുഖവും തലയോട്ടിയിലും ആഴത്തിൽ 20-ലേറെ മുറിവുകൾ ഉണ്ടായിരുന്നു. കൂടാതെ ഷീറ്റുകൾ രക്തത്തിൽ പൊതിഞ്ഞിരുന്നു. അവളുടെ വസ്ത്രം ഭാഗികമായി നീക്കം ചെയ്തിരുന്നു. അവളുടെ മരണസമയം പുലർച്ചെ 4:30 പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ തെളിഞ്ഞു. ഇതിനേക്കാളൊക്കെ ഉപരി അവൾ 2ാമത്തെ കുട്ടിയുമായി 4 മാസം ഗർഭിണിയിലായിരുന്നുവെന്നും അതിലൂടെ തെളിഞ്ഞു. സാമുവൽ ഈ സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ അവരോട് പറയുകയുണ്ടായി: "ഞാൻ താഴെ ഉറങ്ങുകയായിരുന്നു. മെർലിൻ തന്നെ വിളിക്കുന്ന കേട്ട് മേലേക്ക് ഓടിച്ചെന്നായിരുന്നു. അപ്പോൾ ഒരു വെളുത്ത രൂപം അവളെ ഉപദ്രവിക്കുന്നതാണ് ഞാൻ കണ്ടത്. ഞാൻ തടയാൻ ശ്രമിച്ചു, പക്ഷേ ആ രൂപത്തോട് എനിക്ക് മല്ലിടാൻ കഴിഞ്ഞില്ല. അവൻ എൻ്റെ പിൻകഴുത്തിൽ അടിക്കുകയും ഞാൻ ബോധരഹിതനാവുകയും ചെയ്തു. ശേഷം ഞാൻ ഉണർന്നപ്പോൾ മെർലിൻ മരിച്ചതാണ് ഞാൻ കണ്ടത്. ആ വെളുത്ത രൂപത്തെ ഞാൻ അവിടെയൊക്കെ തിരക്കി, എന്നാൽ ഞാൻ കണ്ടില്ല. ശേഷം ഞാൻ ചിപ്പിൻ്റെ അടുത്തേക്ക് പോയി. അവൻ സുരക്ഷിതനായിരുന്നു. എന്നിട്ട് വീണ്ടും ഞാൻ താഴേക്ക് വന്നപ്പോൾ ആ രൂപം അടുക്കള വാതിൽ തുറന്നു വരുന്നതാണ് ഞാൻ കണ്ടത്. ഞാൻ അതിനെ പിന്തുടരാൻ ശ്രമിച്ചു. അത് എറി തടാകത്തിൻ്റെ തീരത്തുള്ള പൊക്കമുള്ള കുറ്റിച്ചെടികളുടെ ഇടയിലേക്ക് പോയി. പിന്നാലെ എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെയും ശരീരം വലിഞ്ഞു മുറുക്കുന്ന പോലെയും തോന്നി. അതിനുശേഷം എൻ്റെ ബോധം ഇല്ലാണ്ടായി." എന്നാൽ ഇതൊന്നും തന്നെ വിശ്വസിക്കാൻ അവരാരും തയ്യാറായിരുന്നില്ല. കാരണം ഈ കുറ്റകൃത്യത്തിൻ്റെ ഏക സാക്ഷിയും ഏറ്റവും കൂടുതൽ സംശയിക്കുന്ന ആളും സാമുവലായിരുന്നു. 1954 ഡിസംബർ 21 4 ദിവസത്തെ വിപുലമായ ആലോചനകൾക്ക് ശേഷം കൊലപാതകത്തിൽ ഷെപ്പേർഡ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടെങ്കിലും തൻ്റെ നിരപരാധിത്വത്തിൽ സാമുവൽ ഉറച്ചു നിന്നു. ഒടുവിൽ ജീവപര്യന്തം ശിക്ഷ റദ്ദാക്കപ്പെട്ടു. മെർലിൻ ഷെപ്പേർഡിന് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് യഥാർത്ഥ ഒരു കഥ രഹസ്യമായി തന്നെ ഇന്നും തുടരുന്നു. ആരാലെയും ഇന്നും അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല.